നല്ല, മറിച്ച് ആന്തരികമായി മനുഷ്യ ഹൃദയങ്ങളുടെ ഇരുൾ നിറഞ്ഞ ഇടനാഴികളിലൂടെ താഴേക്കല്ല, കുരിശിന്റെ കുരിശിനെ നെറുകയിൽ ചാർത്തി നിർത്തിയിരിക്കുന്ന കുന്നിൻ്റെ മുകളിലേക്ക്, കാൽവരിയുടെ മുകളിലേക്ക് ഒരു നീണ്ട യാത്രയാണ്. അത് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ രാത്രിയിൽ നമ്മുടെ ആത്മാവുകളാണ് തീർത്ഥാടകരായി മാറുന്നത്. പടപ്പക്കരയിൽ നിന്ന്, ബസ്സിൽ നിന്ന്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബസ്സിനൊക്കെ വരുന്നത് പോലെയല്ല, നമ്മിൽ ചിലർ പ്രത്യേകിച്ച് IMS നിന്ന് പോലും കാൽനടയായി മലയാറ്റൂരേക്ക് തീർത്ഥാടനം ചെയ്യാറുണ്ട്. അതുപോലെയല്ല, ആത്മാവ് കൊണ്ട് നമ്മൾ തീർത്ഥാടകരാകുകയാണ്. കഴിഞ്ഞ 2000 വർഷങ്ങളുടെ ചരിത്രത്തിലൂടെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ ആത്മാവുകൾ ഒരു തീർത്ഥയാത്ര നടത്തി നമ്മൾ കാൽവരിക്കുന്നിൻ്റെ മുകളിലെത്തും. ലോകത്തിൻ്റെ ബഹളങ്ങളെല്ലാം ഉപേക്ഷിച്ച്, അതായത് ഇപ്പോൾ ബസ്സിന് വരുന്നവരാണെങ്കിൽ നമ്മൾ കവലയിലിറങ്ങി നടന്നിങ്ങനെ വരും. അപ്പോൾ വഴിയിൽ പലതും കാണും, പലരോടും സംസാരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് IMSൻ്റെ വലിയ ഗേറ്റിൻ്റെ അടുത്ത് വരുമ്പോഴും വലിയ കൊന്ത കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കും. അത് കഴിഞ്ഞ് കുരിശു രൂപത്തിലും തൊട്ടുമൊത്തം IMS അമ്മയുടെ അടുത്ത് വന്നിട്ട് തന്ന് കിട്ടിയ നന്മക്ക് നന്ദി പറയും. ഇനിയും കുറേ കാര്യങ്ങൾ തരാനുണ്ട് അമ്മ, അതെല്ലാം പറഞ്ഞ് നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ വന്നിരുന്നിട്ട് സമാധാനമായിരുന്നു കൊണ്ട് വചനം ശ്രവിക്കാനായി നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും പിന്നെ നമ്മുടെ ആത്മാവിനെയും ഒരുക്കുന്ന അപ്രകാരമുള്ള ഒരു വിശുദ്ധ തീർത്ഥാടനത്തിനാണ് ഈ രാത്രി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. വീണ്ടും നമ്മുടെ തീം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഹൃദയത്തിൻ്റെ അറകളിൽ നിന്ന് കാൽവരി കുന്നിലേക്കുള്ള യാത്ര. ജീവിത ഭാരങ്ങളുണ്ട്. നമ്മളെ ഒരു നിമിഷം കിട്ടിയാലും നമ്മൾ ഓർക്കുന്ന, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ഇരിപ്പുണ്ട്, മക്കളുടെ കാര്യങ്ങൾ, പേരക്കുട്ടികളുടെ കാര്യങ്ങൾ, കടബാധ്യതയുടെ കാര്യങ്ങൾ, കെട്ടിച്ചു വിടേണ്ടവരുടെ കാര്യങ്ങൾ, കല്യാണം കഴിഞ്ഞിട്ട് കടം വീട്ടാനുള്ള കാര്യങ്ങൾ, മക്കളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, പുറത്തോട്ട് ഒരുപാട് ജീവിത ഭാരങ്ങളുണ്ട്. ഇതെല്ലാം ഒരു പോസിറ്റീവ് ഭാഗത്താണ്. മരണം, രോഗം, ദുഃഖം, കഷ്ടപ്പാട്, ബന്ധങ്ങളിലുള്ള പിരിമുറുക്കങ്ങളും ചിലതൊക്കെ പൊട്ടിപ്പോയത് ദുഃഖകരമായ ഒരു സൈഡ് മറുഭാഗത്തുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ജീവിത ഭാരങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ കുളിർമഴയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നല്ല ഭാഷയിലങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ചാരത്തിൽ നിന്ന് ആലേലുയായിലേക്കുള്ളൊരു യാത്ര. ആഷ് വെനസ്ഡേ അല്ലെങ്കിൽ ക്ഷാര ബുധനാഴ്ച, വിഭൂതി തിരുനാൾ അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ ഞങ്ങളുടെ അമ്മച്ചിമാരൊക്കെ പറയാറുള്ളവര് കരിക്കുറി തിരുനാൾ. കരിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഉയർപ്പിൻ്റെ മഹത്തരമായ ഗീതമായ ആലേലുയായിലേക്കുള്ളൊരു യാത്രയാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആത്മാവിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു അല്പനേരം എഴുന്നേറ്റ് ഒരു ചെറിയ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ എഴുന്നേൽക്കുക. എന്നോടൊത്ത് ഏറ്റുചൊല്ലുക. കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ ഹൃദയത്തിൻ്റെ തീർത്ഥയാത്രയിൽ അങ്ങ് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ വഴികളെ നന്നാക്കി തരണമേ. ഹൃദയ കാഠിന്യത്തിൽ നിന്ന് വിനയത്തിലേക്കും അലച്ചിലിൽ നിന്ന് അത്ഭുതത്തിലേക്കും അസ്വസ്ഥമായ ഹൃദയ അറകളിൽ നിന്ന് അങ്ങയുടെ മുറിവേറ്റ ക്ഷമയുള്ള ഹൃദയത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ. ഇനിയും അവശേഷിക്കുന്ന നോൻപ് കാലത്തിൽ ഞങ്ങളെ തന്നെ ഒരുക്കാനും ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാനും ഞങ്ങൾക്ക് കൃപാവരം നൽകണമേ. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. എല്ലാവരും ഇരിക്കുക. നേരത്തെ പറഞ്ഞു, നമ്മളൊരു തീർത്ഥയാത്ര നടത്തുകയാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ്, ചരിത്രത്തിലെ ആദ്യത്തെ ഏറ്റവും മനോഹരമായ തോട്ടമാണ് ഏദൻ തോട്ടം. അവിടെയാണ് നമ്മൾ ആദ്യമായി ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടത്. നമ്മുടെ എല്ലാം പ്രതീകമായിട്ട് ആദി മാതാപിതാക്കൾ ഉണ്ടായിരുന്നു.
അവിടെ തന്നെയാണ് ആദ്യമായി നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തിയത് അവരിലൂടെ. ഞാനും നിങ്ങളും ജനിച്ചിട്ടില്ല കേട്ടോ, 12,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ നഷ്ടപ്പെട്ടത് അവിടെയാണ്. എന്നാൽ യഥാർത്ഥത്തില് മനുഷ്യൻ എന്ന വ്യക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടി ദൈവവുമായിട്ട് ഏറ്റവും അടുത്തത് അന്നായിരുന്നു. അതാണ് നമ്മുടെ പോയിന്റ്. ഏറ്റവും മനോഹരമായ ഒരു ബന്ധമുണ്ടായിരുന്നത് അന്നായിരുന്നു. അപ്പൊ ഒരു സാഹിത്യപരമായിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രഭാതത്തിലെ ഇളം തെന്നലേറ്റ് മനുഷ്യഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോടൊപ്പം നടന്ന ഒരു സമയമുണ്ടായിരുന്നു. അതാണ് ഏദൻ തോട്ടത്തിലെ സമയം. നഷ്ടസ്വർഗങ്ങളെ എന്ന് നമ്മൾ കവികളൊക്കെ പാടുമ്പോൾ ഇതാണ് പറയുന്നത്. നമ്മളന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിലായിരുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആ ഒരു സമയമാണ് നമ്മൾ ഓർക്കേണ്ടത്. എന്തായിരുന്നു ഈ സമയത്തിൻ്റെ പ്രത്യേകത? നിങ്ങൾ ഈ ചെറുപ്പക്കാരായ അപ്പച്ചന്മാരുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ തെറ്റി നടക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരുടെ മുഖം ഒന്ന് കാണണം. വീടിൻ്റെ വാതിക്കൽ വരുമ്പോൾ ഒരു 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അതിന് താഴെയുള്ളവർ, അപ്പനെ കാണുമ്പോൾ ഉള്ള സന്തോഷം 1000 പൂത്തിരികൾ കണ്ണിൽ കത്തുന്നത് പോലെ അതിങ്ങനെ ഓടി വരും അപ്പനെ കാണാനായിട്ട്. പ്രായപൂർത്തിയാകുമ്പോൾ നമ്മൾ ആരും ചെയ്യില്ല, നമ്മളൊരു ഗ്ലാൻസ് ഇങ്ങനെ നോക്കിട്ട് പോകും. അപ്പൊ ഇതാണ് സന്തോഷം. ഈ ഒരു ദിവസം മുഴുവൻ ഈ അപ്പനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ നിഷ്കളങ്കത ആദത്തിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്നു. അടുപ്പമുണ്ടായിരുന്നു. ഇപ്പൊ കൊച്ചു കുഞ്ഞ് പൊടിയില് കളിച്ച് ചീത്തയായി കിടക്കുകയാണെങ്കിലും അപ്പച്ചന് 3 പീസിന്റെ സ്യൂട്ടിട്ട് വന്നാലും നല്ല വെള്ളം കൊണ്ടെടുത്ത് വന്നാലും നോട്ടം ഓടിച്ചെന്നും കെട്ടിപ്പിടിക്കും. അതാണ് അടുപ്പമുണ്ടായിരുന്നു. പിന്നെ വിസ്മയം, ഇതെന്തൊരു സംഭവം, എൻ്റെ അച്ഛൻ വരുന്നു. ലോകത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആകെ 2 പേരേ ഉള്ളൂ വലിയവരൊന്ന് അച്ഛൻ, ഒന്ന് അമ്മ. അമ്മ പുറകിലായിരിക്കും, അച്ഛനെ കണ്ട് ഓടി വരികയാണ്. ഏതാണ്ട് ഇതുപോലുള്ള നിഷ്കളങ്കതയും അടുപ്പവും വിസ്മയവും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ ആദ്യ പിതാവ്, പിന്നെ ആദിമാതാവും. എല്ലാം നിറഞ്ഞ സ്ഥലമായിരുന്നു. വിയർക്കണ്ട, AC-യും വേണ്ട, ഫാനും വേണ്ട, കിറ്റും വേണ്ട, കാർഡും വേണ്ട, ID-യും വേണ്ട, ഒന്നും വേണ്ടായിരുന്നു. ATM-ന്റെ ആവശ്യമില്ല, രോഗമില്ല, മരണമില്ല, സന്തോഷകരമായൊരവസ്ഥ. ദൈവത്തിൻ്റെ മുഖം കാണുന്നു. ഒരു പുസ്തകത്തിൽ പണ്ട് വായിച്ച്, രാവിലെയും വൈകുന്നേരവും ദൈവം അവരുടെ കൂടെ നടക്കുമായിരുന്നു എന്ന്. പിന്നെ അങ്ങനെ പോയപ്പോൾ ഈ ബന്ധത്തിൽ ഒരു വിള്ളൽ വീണു. ബന്ധത്തിൽ വിള്ളൽ വീണപ്പോൾ മനുഷ്യഹൃദയം ഒരു കാലത്ത് ദൈവം വസിച്ചിരുന്ന വിശുദ്ധ മന്ദിരമായിരുന്ന ഹൃദയം ഒരു ഒളിത്താവളമായി. നമ്മളൊക്കെ പള്ളിയിൽ പോകുമ്പോൾ കുർബാനയുടെ മുമ്പിൽ ഭയഭക്തിപൂർവ്വം നോക്കി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധ മന്ദിരമാണ്. ഇതുപോലെ കുർബാനയുടേതായ ഒരു അനുഭവം ആദ്യ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. കാരണം അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. ദൈവമായിരുന്നു അവിടെ വസിച്ചിരുന്നത്. അവന് ഒരു പത്രവും വായിക്കേണ്ട, TV-യും കാണണ്ട, എല്ലാം അവിടെ ആയിരുന്നു. അതായിരുന്നു ആദിമ മനുഷ്യന് തന്നെ സൃഷ്ടിച്ച ദൈവവുമായുള്ള ബന്ധം. അപ്പോഴങ്ങനെ ഇരിക്കുമ്പോൾ സാത്താൻ്റെ പാമ്പിൻ്റെ രൂപത്തിലുള്ള ഒരു ആമന്ത്രണം കേട്ടപ്പോൾ ഈ ദൈവത്തിൽ അവന് വിശ്വാസക്കുറവുണ്ടായി. അപ്പോഴാണ് ബന്ധത്തിൽ വിള്ളൽ വീണത്. ആ വിള്ളൽ വലുതായി പോയി. അവസാനം പടി അടയ്ക്കപ്പെട്ടു, താഴേക്ക് പോരേണ്ടി വന്നു. മനുഷ്യചരിത്രത്തിൽ ഏറ്റവും സങ്കടകരമായൊരു സ്ഥിതി അതായിരുന്നു. പലരും പലതുമൊക്കെ പറയാറുണ്ടോ, അവര് ദൈവത്തെ പോലെയായിരുന്നു. നമ്മൾ ഇപ്പോഴുള്ള മൃഗങ്ങളാരും പാൻസ് ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നില്ല, വേറെ ചിലർ മുണ്ടെടുക്കുന്നില്ല. ഇതൊന്നുമില്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ബോധമില്ലാതെ അങ്ങനെ തോന്നിയിരുന്നില്ല. കാര്യം സുതാര്യമായൊരു ജീവിതത്തിൻ്റെ ഉടമയായി ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവവുമായി നല്ലൊരു ബന്ധമുണ്ടായിരുന്നു, വ്യക്തിബന്ധം എന്ന് പറയും. അപ്പോഴങ്ങനെ നിന്നപ്പോൾ അവൻ ദൈവത്തിൽ നിന്നൊളിച്ചു. മനുഷ്യഹൃദയം ഒരു ഒളിത്താവളമായിട്ട് മാറി, ദൈവത്തിൽ നകന്നു. അപ്പോഴാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായം
9-ാം വാക്യം നമ്മൾ കേൾക്കുന്നു, ആദാം നീ എവിടെ? ഇന്ന് രാവിലെ എന്നോട് നടക്കാൻ നീ വന്നില്ല, ഇന്ന് വൈകുന്നേരവും നിന്നെ ഞാൻ കാണുന്നില്ല, ആദം നീ എവിടെ എന്ന്. ചരിത്രത്തിലുടനീളം ഈ ചോദ്യം മുഴങ്ങിക്കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മുടെ വീടുകളിലും നമ്മുടെ ഹൃദയത്തിലും. ചന്ദ്രേട്ടാ നീ എവിടെയാണ് എന്ന് പണ്ടൊരു സിനിമ ഒന്നും തോന്നുന്നില്ല, അങ്ങനെ ഒരു ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കള്ളുഷാപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഭാര്യയുടെ ഫോൺ വരുന്നത്, ചേട്ടൻ എവിടെയാണ്? IT ഫീൽഡിൽ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുന്നവര് വെള്ളിയാഴ്ച രാത്രി വരാൻ കാത്തിരിക്കുകയാണ്. ഒരാഴ്ചത്തെ ക്ഷീണം മുഴുവൻ അങ്ങ് കുടിച്ചോ അല്ലെങ്കിൽ ഇത്തിരി പൊടി വലിച്ചോ ഒക്കെ തീർക്കാനിരിക്കുകയാണ്. ആ സമയത്ത് കൊല്ലത്ത് നിന്നോ ആലപ്പുഴയിൽ നിന്നോ അമ്മയുടെ ഫോൺ വരുന്നു, മോളെ നീ എവിടെയാണ്? പറയാൻ പറ്റില്ല എവിടെയാണ് സ്ഥലമെന്നുള്ളത്. പണ്ട് പഠിച്ചിരുന്നൊരു കൂട്ടുകാരിയുടെ വീടിന്റെ വാതിക്കൽ നിൽക്കുമ്പോൾ ഭാര്യയുടെ ഫോൺ വരുന്നു, ചേട്ടൻ എവിടെയാണ്? ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഓടി ഒളിച്ചപ്പോൾ ദൈവം ചോദിച്ച അതേ ചോദ്യം നമ്മുടെ തന്നെ ബന്ധുക്കളും സ്നേഹിതരും, എന്തിന് ചിലപ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മോട് ചോദിക്കുന്നു, നീ എവിടെയാണ്?